പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കാര്യങ്ങൾ മറ്റൊരു ഗതിയിലേക്ക് പോകുകയാണ്. തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതോടെ വീട്ടിൽ വെച്ച് ഇനി നിനക്ക് രക്ഷയില്ലടാ, നിന്റെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് ഇനി ഞാനായിരിക്കും. ഈ ദേവബാല, എടി, നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പുള്ള കാര്യമാണ്. അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. നിന്നെ പോലെയുള്ള ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം അത്ര നികൃഷ്ടമായ മനസ്സാണ് നിനക്ക്. ഞാനിനി എൻ്റെ ഇഷയെ കാണുകയും എൻ്റെ ഇഷയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിക്കുകയും ചെയ്യും. അത് നിനക്ക് കാണാമടാ എന്ന് പറഞ്ഞ് അഭിഷേകിനെ തള്ളിയിടുകയാണ് ഇപ്പോൾ ദേവബാല. ഇതോടെ അഭിഷേകിന് വീണ് പരിക്കേൽക്കുകയും ചെയ്യുന്നു. പക്ഷേ അഭിഷേക് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. എന്തായാലും ഡിവോഴ്സിന്റെ കാര്യം ഞാൻ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോകും, അതിൽ ഒരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് സോഹനെ ഫോൺ ചെയ്തിരിക്കുകയാണ്. ഇതോടെ അഭിഷേകിനെ കാണാൻ സോഹൻ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ വീട്ടിൽ വെച്ച് സോഹനെ തടയുകയാണ് ഇപ്പോൾ ദേവബാല. സോഹൻ എന്തിനാണ് വന്നിരിക്കുന്നത്? ഇവിടെ സോഹന് കാണാനുള്ള ആരുമില്ല. സോഹന് മടങ്ങിപ്പോകാം. അല്ല, എനിക്ക് അഭിഷേകിനെ കാണണം, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അഭിഷേക് ഇപ്പോൾ മറ്റൊരാളുമായി സംസാരിക്കാനുള്ള അവസ്ഥയിൽ അല്ല ഉള്ളത്. അല്ല, അഭിഷേക് എന്നെ വിളിച്ചിരുന്നു. സോഹന് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? അഭിഷേകിന്റെ ഭാര്യയായ ഞാനാണ് പറയുന്നത്. അഭിഷേക് ഇപ്പോൾ ഒരാളെ കാണാനുള്ള മാനസികാവസ്ഥയിലല്ല. അതുകൊണ്ട് സോഹൻ മടങ്ങിപ്പോകുന്നതായിരിക്കും നല്ലത്. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ സോഹൻ. മാത്രവുമല്ല, ഇതേ തുടർന്ന് അഭിഷേകിനെ ഫോൺ ചെയ്യുന്ന സോഹൻ ദേവബാല മനഃപൂർവ്വം കാര്യങ്ങൾ വഷളാക്കുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ദേവബാലയെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു നീക്കവുമായി മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അഭിഷേക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.